ഓം ശ്രീ ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് കാലത്തിന്റെ കണക്കുകൾ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ ഊർജവുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അറിയുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ചൊവ്വാഴ്ച, 2026 ഓഗസ്റ്റ് 4. ഇന്ന് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി ഭഗവാൻ കാർത്തികേയന്റെ അനുഗ്രഹം ലഭിക്കാൻ ഉത്തമമാണ്. രേവതി നക്ഷത്രമാണ് ഇന്ന്. ഇത് ആത്മീയമായ ഉണർവ് നൽകുന്നു. വൈകുന്നേരം 7:34 വരെ ധൃതിയോഗമുണ്ട്. ഇത് സ്ഥിരതയും ക്ഷമയും നൽകുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:59 സൂര്യാസ്തമയം വൈകുന്നേരം 7:07 ഉച്ചയ്ക്ക് 3:50 മുതൽ വൈകുന്നേരം 5:29 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്കെത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. ചന്ദ്രൻ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉൽപ്പാദനക്ഷമമായ ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ ഏകാഗ്രതയും ഊർജ്ജസ്വലതയും ഇന്ന് ഉന്നതിയിലായിരിക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വലിയ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. ഇത് നിങ്ങളുടെ കരിയറിനെ പുതിയ തലത്തിലേക്ക് ഉയർത്തും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. വൈകുന്നേരം പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യുവാക്കൾ പ്രണയബന്ധങ്ങളിൽ വിവേകത്തോടെ പെരുമാറുക. ഗൃഹിണിമാർക്ക് വീട്ടുജോലികളിൽ നല്ല പുരോഗതിയുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അമിതമായ അധ്വാനം ഒഴിവാക്കുക. മഞ്ഞ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 8 മുതൽ 10 വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം. പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. ഒരു മുന്നറിയിപ്പ്: ഇന്ന് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ ആവശ്യം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളെത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. അതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, QR കോഡ് വഴി പിന്തുണയ്ക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4, 2026 ചൊവ്വാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 11-ാം ഭാവത്തിൽ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ആഘോഷങ്ങളിലും വിനോദങ്ങളിലും പങ്കെടുക്കാൻ തോന്നിയേക്കാം. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. നിങ്ങളുടെ പെരുമാറ്റത്തിലും പ്രവർത്തികളിലും ഇന്ന് അതീവ ശ്രദ്ധ പുലർത്തണം. കാരണം നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ പോലും കരിയറിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇന്ന് ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാടുപെട്ടേക്കാം. അതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. യുവാക്കൾക്ക് ഇന്ന് വളരെ ആവേശകരമായ ദിവസമാണ്. എന്നാൽ പ്രണയബന്ധങ്ങളിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടമ്മമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കായിരിക്കും. എങ്കിലും സ്വന്തം ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഇന്ന് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കൂ.
കാരണം ഇന്ന് നിങ്ങൾക്ക് ഏകാഗ്രത കുറവായിരിക്കും. മുതിർന്നവർ ഇന്ന് അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി ധ്യാനത്തിൽ മുഴുകുക. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഇന്ന് ആർക്കെങ്കിലും ദാഹജലമോ ഭക്ഷണമോ നൽകുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ഇന്ന് നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ചാനലിനെ പിന്തുണുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4, 2026 ചൊവ്വാഴ്ച. ചന്ദ്രൻ ഇന്ന് മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ ബുധന്റെ നിലയും ചന്ദ്രന്റെ സ്വാധീനവും ഇന്ന് ജീവിതത്തിൽ ചില വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. എന്നാൽ ഓർക്കുക, പ്രതിസന്ധികളാണ് നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നത്. ഇന്ന് സ്വയം വിശ്വസിക്കുക എന്നതാണ് വിജയത്തിലേക്കുള്ള വഴി. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് അല്പം ശ്രദ്ധ വേണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ഭാവിയിലേക്ക് കരുതിവെക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അതിനാൽ ക്ഷമയോടെ ഇരിക്കുക. വിവിധ പ്രായക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ധ്യാനം ശീലിക്കുന്നത് വളരെ നല്ലതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും സന്നദ്ധരായിരിക്കുക. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ തിരക്കുള്ള ദിവസമായിരിക്കും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് കഠിനാധ്വാനത്തിന്റെ ദിവസമാണ്. ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുമെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 4 മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഒരു പുണ്യകർമ്മമായി അർഹരായവർക്ക് വെള്ളമോ ഭക്ഷണമോ നൽകുക. ഇന്ന് നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകുന്ന ആ ഒരു കാര്യമെന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. നിങ്ങൾക്ക് അല്പം ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ മീനം രാശിയിലും രേവതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയോ ദേഷ്യമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഗ്രഹനില അനുസരിച്ച് ഇന്ന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ വിവേകത്തോടെയും സൗമ്യമായും പെരുമാറാൻ ശ്രദ്ധിക്കുക. നയതന്ത്രപരമായ സമീപനം സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിനാൽ ദേഷ്യം നിയന്ത്രിക്കുക. വിഷമിക്കേണ്ട, ഇതൊരു താൽക്കാലിക ഘട്ടം മാത്രമാണ്. ഉടൻ തന്നെ ഇത് മാറിപ്പോകും. ഇന്ന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. അതിനാൽ ഈ സമയം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. ഇന്ന് ഒരു പ്രത്യേക പരിഹാരമായി പഴയ സുഹൃത്തുക്കളെ വിളിച്ച് സംസാരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പറ്റിയ ദിവസമാണ്. മനസ്സിൻ്റെ അസ്വസ്ഥത മാറ്റാൻ ധ്യാനം ശീലിക്കുക. യുവാക്കൾ ഇന്ന് പ്രണയബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാകുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. ഗൃഹിണിമാർ ഇന്ന് വീട്ടുജോലികളിൽ മുഴുകുന്നത് നെഗറ്റീവ് ചിന്തകൾ അകറ്റാൻ സഹായിക്കും. ജോലിസ്ഥലത്തും ബിസിനസ്സിലും ഇന്ന് ആരുമായും തർക്കത്തിന് പോകരുത്. മൗനം പാലിക്കുന്നതാണ് ഉചിതം. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം.
വൈകുന്നേരം അല്പനേരം ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഒരു പുണ്യകർമ്മമായി ഏതെങ്കിലും ദാഹിക്കുന്ന ജീവിക്ക് വെള്ളം നൽകുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന നിമിഷം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ചിങ്ങരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4, 2026 ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെ ശാന്തവും ആത്മപരിശോധനയ്ക്ക് അനുയോജ്യവുമായ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 8ാം ഭാവത്തിൽ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ സൂര്യൻ കർക്കടകം രാശിയിലായതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ മാനസികമായ വിശ്രമവും സമാധാനവും അത്യാവശ്യമാണ്. ദീർഘകാലമായി നിങ്ങൾ ജോലിത്തിരക്കുകളിലായതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് മാറി അല്പസമയം നിങ്ങൾക്കായി മാറ്റിവെക്കുക. ശാന്തമായ അന്തരീക്ഷത്തിൽ ധ്യാനിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അമിതമായ ജോലി നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. അതിനാൽ വിശ്രമത്തിന് മുൻഗണന നൽകുക. വിവിധ പ്രായത്തിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ: വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരിയായി ചിന്തകൾക്ക് പ്രാധാന്യം നൽകേണ്ട ദിവസമാണ്. ഏകാഗ്രത ലഭിക്കുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് പഠിക്കാതെ അല്പസമയം ധ്യാനിക്കുക. യുവജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിഭാരം കുറയ്ക്കേണ്ട ദിവസമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം പഴയ കാര്യങ്ങൾ ക്രമീകരിക്കുക. ബിസിനസ്സുകാർ ഇന്ന് ജാഗ്രത പാലിക്കണം. വലിയ നിക്ഷേപങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ ഇന്ന് ഒഴിവാക്കുക. കാരണം വിശ്രമിക്കാനാണ് ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുന്നത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങളോ സന്ധിവേദനയോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ലഘുവായ ഭക്ഷണം കഴിച്ച് ശാന്തമായിരിക്കുക. ഇന്ന് കടും നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 9 മുതൽ 11 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഇന്ന് ഒരു പുസ്തകം വായിക്കുകയോ മറ്റൊരാൾക്ക് അറിവ് പകരുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കും. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം കൂടുതലായതിനാൽ സംരക്ഷണത്തിനായി ഒരു രക്ഷാകവചം കൂടെ കരുതുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ കൃത്യസമയത്തുള്ള വിശ്രമമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് 2026 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 7ാം ഭാവത്തിൽ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇന്നത്തെ ദിവസം ജോലിയിലെ സമ്മർദ്ദങ്ങളും ആശങ്കകളും മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സ്നേഹവും പിന്തുണയും നൽകേണ്ടത് അത്യാവശ്യമാണ്. രേവതി നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളെ കൂടുതൽ വൈകാരികമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുകയും നിങ്ങൾക്ക് ആന്തരികമായ സമാധാനം നൽകുകയും ചെയ്യും. കുടുംബത്തോടൊപ്പം ഒരു ചെറിയ യാത്ര പോകാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്നാൽ മീനം രാശിയിലെ ശനിയുടെ സാന്നിധ്യം നിങ്ങളുടെ പുരോഗതിയെ അല്പം മന്ദഗതിയിലാക്കിയേക്കാം. അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. പുതിയൊരു ഹോബി തുടങ്ങുന്നത് നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷം നൽകും. ഇന്ന് സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 4 മണി മുതൽ 5 മണിവരെയുള്ള സമയം ശുഭകരമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടരുത്. പ്രത്യേകിച്ച് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ മാന്യത പുലർത്തുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സംഭാവന നൽകാൻ സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4, 2026 ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെ ഉന്മേഷദായകവും സാമൂഹികമായി സജീവവുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 6-ാം ഭാവത്തിൽ മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഊർജവും ഉത്സാഹവും നിറയ്ക്കും. ഇന്ന് വലിയ ജോലികളൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകില്ലെങ്കിലും ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് ആകർഷകമായിരിക്കും. വൈകുന്നേരത്തെ സാമൂഹിക ഒത്തുചേരലുകളിൽ എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക മാന്ത്രികത ഉണ്ടാകും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 6-ാം ഭാവശിക്കും. ഈ കാലയളവ് സാമൂഹികമായി തിരക്കുള്ളതാണെങ്കിലും നിങ്ങൾ അത് ആസ്വദിക്കും. ഇന്ന് ലഭിക്കുന്ന ശാന്തമായ നിമിഷങ്ങൾ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. അതിനാൽ സന്തോഷത്തോടെ ഇരിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ മറ്റ് സർഗാത്മക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും. എങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവഗണിക്കരുത്. യുവാക്കൾക്ക് നിങ്ങളുടെ ആകർഷകമായ പെരുമാറ്റം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. എന്നാൽ അപരിചിതരെ അമിതമായി വിശ്വസിക്കരുത്. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിനുള്ളിലെ അന്തരീക്ഷം സന്തോഷകരമാക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് കുളിർമ നൽകും. ഉദ്യോഗസ്ഥർക്കും ബിസാരത്യാർക്കും ഇന്ന് ജോലിഭാരത്തേക്കാൾ നെറ്റ്വർക്കിങ്ങിന് പ്രാധാന്യം നൽകുന്നത് നന്നായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 6-ാം ഭാവത്തിൽ. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. രേവതി നക്ഷത്രത്തിലെ ചന്ദ്രന്റെ സ്വാധീനം മൂലം കാലുകളിൽ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ അധികം നടക്കുന്നത് ഒഴിവാക്കുക. ഇന്ന് അർഹരായവർക്ക് സഹായം നൽകുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിയുടെ സ്വാധീനം മൂലം മാനസികമായ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ 7 മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് ഗുണകരമായിരിക്കും. ദിവസവും വ്യായാമം ചെയ്യുന്നത് ഇന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്നു? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4 നിങ്ങൾക്ക് ക്ഷമയുടെയും ആസൂത്രണത്തിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ മീനം രാശിയിലും രേവതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരുതരം ശാന്തതയും ജാഗ്രതയും കാണപ്പെടും. വ്യക്തിപരമോ ഔദ്യോഗികമോ ആയ കാര്യങ്ങളിൽ വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയില്ല. പ്രിയപ്പെട്ടവരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പരിഹരിക്കുക. കാരണം ബന്ധങ്ങളിലെ വിള്ളലുകൾ നിങ്ങളുടെ പുരോഗതിയെ ബാധിച്ചേക്കാം. കഠിനാധ്വാനത്തിന് ശേഷം പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ മറക്കരുത്. അത് നിങ്ങൾക്ക് വലിയ മാനസിക ഉന്മേഷം നൽകും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം പിങ്ക് ആണ്. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 വരെയുള്ള സമയം പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. ഒരു ചെറിയ മുന്നറിയിപ്പ്: ഇന്ന് ആരെയും അമിതമായി വിശ്വസിക്കരുത്. ചതി പറ്റാൻ സാധ്യതയുണ്ട്. ശനിയുടെ സ്വാധീനം മൂലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനാൽ മനസ്സ് ശാന്തമാക്കാൻ ഇന്ന് നല്ല സംഗീതം കേൾക്കുക. അത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കൂടും. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ വ്യക്തത ലഭിക്കും. വീട്ടമ്മമാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ദിവസമാണ്. മുതിർന്നവർ യാത്രകളിൽ ശ്രദ്ധിക്കുക. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം ക്ഷമയാണോ അതോ ധൈര്യമാണോ? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച നിങ്ങൾക്ക് ടീം വർക്കിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഊർജവും ആത്മവിശ്വാസവും നിറഞ്ഞു നിൽക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുന്നത് നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കും. നിങ്ങളുടെ ഉത്സാഹവും പ്രവർത്തനമികവും കണ്ട് മേലധികാരികൾ നിങ്ങളെ അഭിനന്ദിക്കുകയും അത് പ്രമോഷനിലേക്കോ ശമ്പള വർധനവിലേക്കോ നയിക്കുകയും ചെയ്യും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വിദേശത്തു നിന്നും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്.
എന്നാൽ തുടക്കത്തിൽ കാര്യങ്ങൾ അല്പം സാവധാനമേ നീങ്ങുകയുള്ളൂ. അതിനാൽ ക്ഷമ കൈവിടരുത്. രാത്രി 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ്. ഇന്ന് പാസ്റ്റൽ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഇന്ന് നന്ദി പ്രകടിപ്പിക്കേണ്ട ദിവസമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുക. ശ്രദ്ധിക്കുക, ഇന്ന് ആരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4, ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും സന്തോഷവും കൊണ്ടുവരുന്ന ദിവസമാണ്. മീനം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം മൂലം നിങ്ങൾക്ക് കീർത്തിയും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രചോദനം കണ്ടെത്താനും വിജയത്തിലേക്കുള്ള ശരിയായ വഴി തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിക്കുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: വിജയത്തിന്റെ അഹങ്കാരം നിങ്ങളെ ബാധിക്കരുത്. കാരണം അത് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. ഇന്ന് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. കാരണം ഇത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തും. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് വളരെ നല്ല ദിവസമാണ്. ഏകാഗ്രത വർദ്ധിക്കുകയും പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ എളുപ്പത്തിൽ പരിഹരിക്കാനും സാധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് സന്തോഷകരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. എങ്കിലും ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് വളരെ നല്ല ദിവസമാണ്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം. സന്ധിവേദനയോ ദഹനസംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവഗണിക്കാതിരിക്കുക. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും ഉത്തമമാണ്. ഇന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ ആത്മീയ ഉണർവ് നൽകും. എന്റെ ഒരു ചോദ്യം: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ സുഹൃത്തുക്കളെ. ഈ ജ്യോതിഷ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി ചെറിയൊരു തുക നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4, 2026 ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെ മികച്ചൊരു ദിവസമാണ്. ചന്ദ്രൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും. നിങ്ങൾ ബിസിനസ്സിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ഈ നിക്ഷേപം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക മാത്രമല്ല, നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകുകയും ചെയ്യും. ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. കാരണം ചൊവ്വയുടെ സ്വാധീനം മൂലം പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. വിവിധ പ്രായത്തിൽ ഉള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള സമയം നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഗൃഹിണിമാർക്ക് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ലാഭം നൽകും.
മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഒരു നല്ല കാര്യമായി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. അത് നിങ്ങൾക്ക് വലിയ മാനസിക ബലം നൽകും. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 10 മുതൽ 11 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ഞങ്ങളുടെ ജ്യോതിഷ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹം ഏതാണെന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഊർജവും നിറഞ്ഞ ഒരു ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയായ മീനത്തിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആശയവിനിമയത്തിൽ നിങ്ങൾ വളരെ വ്യക്തത പുലർത്തും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിരിക്കും. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ആസൂത്രണം ചെയ്യുക. സഞ്ചയ്ക്കൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് പൂർത്തിയാക്കുക. കാരണം ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമാണ്. ശക്തമായ സ്വാധീനം ഉള്ളതിനാൽ ആരുമായും തർക്കങ്ങൾക്ക് പോകരുത്. ദേഷ്യം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. യുവാക്കൾക്ക് പ്രണയബന്ധങ്ങളിൽ ദോഷം ലഭിക്കും. വീട്ടമ്മമാർ ഇന്ന് വീട്ടുജോലികൾക്കിടയിൽ അല്പം സമയം സ്വന്തം താൽപ്പര്യങ്ങൾക്കായി മാറ്റിവെക്കുക. ജോലി ചെയ്യുന്നവർ മേലധികാരികളോട് സംസാരിക്കുമ്പോൾ വിനയം കാണിക്കുക. ബിസിനസ്സുകാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ലഘുവായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 10 മണി മുതൽ 12:30 വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ്. ഇന്ന് ഒരു പുണ്യകർമ്മമായി വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി അർഹരായവർക്ക് നൽകുക. ഇത് നിങ്ങൾക്ക് വലിയ മനസ്സമാധാനം നൽകും. ഇന്നത്തെ എൻ്റെ ചോദ്യം: ജീവിതത്തിൽ ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ കൂടുതൽ പ്രധാനം എന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കളെ. ഈ അറിവുത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങളുടെ ടീം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ചെറിയൊരു തുക സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.